എന്താ ഇത്ര ആലോചന? എന്താ എന്തു പറ്റി അച്ഛാ? അച്ഛാ എന്തോ നാടി കിടന്ന അലർന്ന മനുഷ്യൻ പേടിച്ചു പോയല്ലോ. ഞാനല്ലാതെ ഈ അച്ഛനാ. എന്തു പറ്റി? ആഹാ അടിപൊളി. എനിക്കെന്ത് പറ്റാനാ? അച്ഛൻ നില വിളിക്കുന്ന കേട്ടിട്ടാ ഞാൻ പേടിച്ചേ. അച്ഛനും പുന്നാര മോളും നാട്ടുകാരൊക്കെ ഇപ്പൊ ഓടി വന്നേനും. എടി നീ വന്നേ, ഉപ്പിത്തിരി കൂടിയോന്നൊരു സംശയം, ഒന്ന് നോക്കിക്കേ. അയ്യടാ, ആ അളവ് എന്റെ അടുത്ത് വേണ്ട. ഇന്ന് ചേട്ടന്റെ ഡേ തന്നെത്താൻ അങ്ങ് ചെയ്താ മതി. ഉപ്പ് നോക്കാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം എന്റെ തലയില. ഞാൻ പറ്റില്ല. ഡീ അങ്ങനെ പറയല്ലേ, എന്റെ കൊച്ചിന്റെ കൈപ്പുണ്യം കൊണ്ടല്ലേ. പ്ലീസ് വാ മോളെ. അച്ഛ ഒന്ന് പറയച്ച. സമ്മതിക്കത്തില്ല, നടക്കും.
പറ്റി വെച്ചാ? എന്താ കാര്യം പറയും? മക്കളെ, നമ്മുടെ നാട് വലിയ അപകടത്തിലെ മക്കളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം മക്കളെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പോകും മക്കളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം മക്കളെ. മക്കളെ ചെയ്യണം, ചെയ്യണം മക്കളെ, ചെയ്യണം മക്കളെ, മക്കളെ ചെയ്യണം മക്കളെ. ചുറ്റും നടക്കുന്നത് കാണുമ്പോ ഭയം തോന്നുന്നടോ. ഇതിനൊരു പരിഹാരമില്ലടോ. തോമസിന്റെ കാര്യം കേട്ടപ്പോ തൊട്ട് നെഞ്ചിലൊരു തീയാ. എന്താ ശരിക്കും സംഭവിച്ചത്? താൻ എന്തെങ്കിലും അറിഞ്ഞോ? തോമസിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ അവനെ 1-2 തവണ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടതാ. അന്നേ ഒരു വശപ്പിശക് എനിക്ക് തോന്നി. ഞാൻ തോമസിനെ വിളിച്ച് കാര്യവും പറഞ്ഞിരുന്നു. അവനന്ന് വളരെ മോശമായിട്ടാ എന്നോട് പ്രതികരിച്ചത്. അവന്റെ മോനെ ഞാനെന്താ തെറ്റുകാരനാക്കുന്നത് പോലെ. ഇതൊക്കെ പിള്ളേർക്ക് എവിടുന്ന് കിട്ടുന്നതോ? ഇതിനൊക്കെ ഒരുപാട് സോഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. ഇതിലൊക്കെ എല്ലാരും പ്രതികളാ. കുടുംബവും സമൂഹവും എല്ലാവരും. ഇതിനൊരു സൊല്യൂഷൻ ഇല്ലടോ. ആർക്കാണോ നേരം? എല്ലാവരും ഓട്ടത്തിലല്ലേ. അവരെ ഒന്നും ഇത് ബാധിക്കില്ലെന്നാ വിചാരം. പണ്ടൊക്കെ ഒരു മൊഴിപീടി വലിക്കണമെങ്കിൽ പോലും എന്ത് പേടിയായിരുന്നു. ഒളിച്ചും പാത്തും. ഇന്നോ ആരെ പേടിക്കാൻ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ശിഥിലമായപ്പോഴാ ഇതുപോലെയുള്ള കാളകൂട സർപ്പങ്ങൾ തലപൊക്കാൻ തുടങ്ങിയത്. ജീവിതം മുഴുവൻ ഒരു ചതുരപ്പെട്ടിയിലല്ലേ നടക്കുന്നത് കാണാൻ ആർക്കാ നേരം? ഏതേലും ലൈബ്രറികളിലോ ക്ലബുകളിലോ കൗമാരക്കാരോ യുവാക്കളോ ഉണ്ടോ? തിരിച്ച് നടന്നു തുടങ്ങണം. ലഹരിക്കിപ്പോ ആൺപെൺ വ്യത്യാസമില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. ഈ പോക്ക് എവിടേക്കാ? ജാഥകൾ നടത്തിയിട്ടോ മാരത്തോൺ സംഘടിപ്പിച്ചിട്ടോ കാര്യമൊന്നുമില്ല. ഇതിന്റെയൊക്കെ അടിവേറിറക്കണം. അവൈലബിലിറ്റി ഇല്ലാതാക്കണം. സമൂഹം ഒന്നിക്കണം. എങ്കിലേ ഇതിനെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. ഇപ്പോൾ കിട്ടിയ വാർത്ത. തിരുത്തിക്കടവ് പഞ്ചായത്തിൽ 2 കുടുംബങ്ങളിലായി 8 പേർ കൊല്ലപ്പെട്ടു. അച്ഛനെയും അമ്മയും അനുജനെയും കൊലപ്പെടുത്തിയ യുവാവ് അയൽ വീട്ടിലെ ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തെയും അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. മാരകമായ മയക്കുമരുന്നിനടിമയായ യുവാവിനെ അതിസാഹസികമായാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. പ്രതി കഴിഞ്ഞ 1.5 വർഷമായി ലഹരിക്കടിമയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനെപ്പറ്റി വീട്ടുകാർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ഇന്ന് നിങ്ങളെ കാണാൻ എന്നെ നിർബന്ധിതനാക്കിയത്. ലഹരി അത് നമ്മുടെ നാടിനെ ആകെ തച്ചുടച്ചിരിക്കുന്നു. ഇനിയും മൗനം പാലിച്ചാൽ അത് നമ്മുടെ നാടിനെ ഒന്നാകെ നശിപ്പിക്കും. അത് തടയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പ്രളയത്തെയും പിന്നീട് വന്ന കോവിഡിനെയും നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിച്ചു. ആ ഒരുമയാണ് ഈ വിപത്തിനെതിരെയും അതിജീവിക്കാൻ നമുക്ക് വേണ്ടത്. ശിഥിലമാകുന്ന നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് ഉടച്ചു വാർക്കാം. ലഹരി എന്ന വടവൃക്ഷത്തെ വേരോടെ പുഴുതെറിയാൻ നാം ഓരോരുത്തരുടെയും പങ്കാളിത്തം ഉണ്ടായേ തീരും. സമൂഹത്തെ ഭയപ്പെടുന്ന, സമൂഹത്തോട് ബാധ്യതയുള്ള, കർത്തവ്യബോധമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. വീടുകളിൽ നിന്ന് തുടങ്ങട്ടെ മാറ്റങ്ങൾ. ബന്ധങ്ങളുടെ ശൈഥില്യം, സ്വാർത്ഥ താൽപര്യങ്ങളുടെ സംരക്ഷണം, മൊബൈലിന്റെ അമിത ഉപയോഗം, ഇവയെല്ലാമാണ് ലഹരി എന്ന വടവൃക്ഷത്തിന് വളമായത്. അത് നമുക്ക് മാറ്റി എഴുതാം. ഇന്നു മുതൽ നമുക്ക് തിരിച്ചു നടക്കാം. മാറ്റങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മിലേക്ക്. ഞാൻ തയ്യാർ. നിങ്ങളോ?
മാറ്റേണം നാടിനെയാകെ, മാറേണം നാം ഒന്നായി. തിരികെ നടക്കാം, തിരികെ എടുക്കാം നാടിനെയാകെ നാമ്പുകളായി. ശാഖകൾ മുറിച്ചിടാം, വേരുകൾ അറുത്തിടാം, ലഹരി എന്ന ശാഖയെ ജീവനോടെരിച്ചിടാം. മുറിവുകൾ ഉണക്കിടാം, കനലുകൾ കെടുത്തിടാം. ഇന്നു നീ തിരുത്തുകിൽ മായമൊക്കെ മായ്ച്ചിടാം. ലഹരിയായ കണ്ണുകളെ കൂടെ നിന്ന് കാത്തിടാം, ചേർത്ത് നിർത്തി മാറ്റിടാം. അറുത്തിടേണം ലഹരിയെ, ചേർത്തിടേണം കരങ്ങളെ. കാത്തിടാം കോർത്തിടാം എന്നും ഈ ജനതയെ, കാത്തിടാം കോർത്തിടാം എന്നും ഈ ജനതയെ, കാത്തിടാം കോർത്തിടാം എന്നും ഈ ജനതയെ.